ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശ്ലീഹാ നൊയമ്പിൻ്റെ ഈ സന്ദർഭത്തിൽ വിശുദ്ധ പത്രോസ് എന്ന വ്യക്തിത്വത്തെ നമുക്ക് അനുസ്മരിക്കാം. അപ്പോസ്തോല സംഘത്തിലെ പ്രധാനിയും പ്രഥമ സ്ഥാനീയനുമായ ശിഷ്യനാണ് വിശുദ്ധ പത്രോസ്. ക്രിസ്തുവിൻ്റെ സുവിശേഷ ദൗത്യത്തിനു വേണ്ടി ആദ്യം തടവിലായത് ഈ അപ്പോസ്തലനാണ്. ആദ്യത്തെ സുവിശേഷ പ്രഭാഷകനും വിശുദ്ധ പത്രോസ് തന്നെ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശിമോൻ എന്നായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ വിശുദ്ധ പത്രോസ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും സംഘത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ചിരുന്നതും അദ്ദേഹമാണ്. സുവിശേഷങ്ങളിൽ കാണുന്നതിൽ നിന്നും വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും വ്യത്യസ്തനായ പത്രോസിനെയാണ് അപ്പോസ്തോല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ കഴിയുക. വിശുദ്ധ പത്രോസിൻ്റെ 3 പ്രത്യേകതകൾ ചുരുക്കമായി പരാമർശിക്കട്ടെ. 1. അനുസരിക്കുന്ന വിശുദ്ധ പത്രോസ്. എൻ്റെ പിന്നാലെ വരുവീൻ എന്ന യേശുക്രിസ്തുവിൻ്റെ ആഹ്വാനത്തെ പൂർണ്ണമായി അനുസരിച്ച് സകലവും ഉപേക്ഷിച്ച് അദ്ദേഹം യേശുവിനെ അനുഗമിക്കുന്നു. കർത്താവ് വിളിച്ചുയർത്തിയ വ്യക്തി തൻ്റെ ഉത്തമ പടയാളിയായി മാറുന്ന ഒരനുഭവം. ദൈവവിളിക്ക് മുൻപിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് എന്ന് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, മറുരൂപ മലയിലെ മഹിമ കാണുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ പത്രോസ്. യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് ഞാൻ അറിയിച്ചത് ആ മഹിമ കണ്ട സാക്ഷി ആയതുകൊണ്ടാണ് എന്ന് തൻ്റെ ലേഖനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. മൂന്നാമതായി, അനുതാപ ഹൃദയത്തിന് ഉടമയായ വിശുദ്ധ പത്രോസ്. ഒരു ബലഹീന നിമിഷത്തിൽ സ്വന്തം ഗുരുവിനെ തള്ളിപ്പറഞ്ഞ അദ്ദേഹം അനുതപിച്ച് മടങ്ങി വരുന്നു. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് ശിഷ്യർക്ക് പ്രത്യക്ഷനാകുന്ന അവസരത്തിൽ യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ച് വിശുദ്ധ പത്രോസിനെ ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തുന്നതും സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. AD 67 റോമൻ ഭരണാധികാരികൾ വിശുദ്ധ പത്രോസിനെ ക്രൂശിക്കുവാൻ ഒരുങ്ങുമ്പോൾ തൻ്റെ ഗുരുവിൻ്റെ പാദം ചുംബിച്ച് മരിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തലകീഴായി ക്രൂശുമരണം സ്വീകരിച്ച് അദ്ദേഹം രക്തസാക്ഷിയായി. തലകീഴായി നിർത്തിയിരിക്കുന്ന കുരിശും അതിൽ പ്രതിലോമമായി സ്ഥാപിച്ചിരിക്കുന്ന താക്കോലുമാണ് വിശുദ്ധ പത്രോസിൻ്റെ അപ്പോസ്തോല ചിഹ്നമായി പരിശുദ്ധ സഭ സ്വീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. വിശുദ്ധൻ്റെ മധ്യസ്ഥത നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് കരുത്താകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.